ഹമ്മാസ് സംഘടനയുമായി ബന്ധപ്പെട്ട് അൻസിബയ്ക്കെതിരായ ആരോപണം തള്ളിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ശ്രീ കൈലാസ് കടവന്ത്ര പോലീസിന് മൊഴി നൽകി. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ടിനി ടോം പറഞ്ഞു എന്ന് പറഞ്ഞത് കേട്ടു. അങ്ങനെയായിരുന്നു നീന കുറുപ്പ് പറഞ്ഞത്. അതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ ആധാരമായ സംഭവവും. ഇപ്പോൾ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ആരോപണ വിധേയനായ യുവാവ് തന്നെ പറയുകയാണ്. അങ്ങനെയാണ് സേതു. കാരണം നടി അൻസിബയുടെ പരാതി എന്ന് പറയുന്നത് ടിനി ടോമിനെതിരെ താൻ ചില ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചു, മതതീവ്രവാദിയായി തന്നെ ടിനി ടോം ചിത്രീകരിച്ചു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതിയായി ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കൊടപ്പനക്കുന്നിലിൻ്റെ മകൻ ശ്രീ കൈലാഷിനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ടിനി ടോം പറഞ്ഞു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. പോലീസ് അന്വേഷണത്തിൽ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, അത്തരത്തിലൊരു നീക്കം നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞതും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ കൈലാഷിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ ആരും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, അൻസിബ തന്നെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രീ കൈലാഷ് നൽകിയിരിക്കുന്ന മൊഴി. നേരത്തെ തന്നെ നടി നീന കുറുപ്പിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നതാണ്. നീന കുറുപ്പും മൊഴി നൽകിയിരുന്നത് ടിനി ടോം അൻസിബയെ മതതീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് താൻ കേട്ടു എന്നുള്ളതായിരുന്നു. എന്തായാലും അതിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ നടി അൻസിബയുടെ പരാതിയിൽ കഴമ്പുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇന്നലെ നീന കുറുപ്പ് ടിനി ടോമിനെതിരെ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിൽ ടിനി ടോം പറയുന്നത് താൻ കേട്ടു എന്നുള്ളതായിരുന്നു മൊഴിയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രീ കൈലാഷിൻ്റെ മൊഴിയിൽ പറയുന്നത് അൻസിബ തന്നെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, ആ രീതിയിലുള്ള നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസം തന്നെ ടിനി ടോമിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും.